എന്നാ ഞാനങ്ങോട്ട്. അമ്മായില്ലേ? അകത്തുണ്ട്. അകത്തുണ്ടോ? വരൂ. ആരാ? എന്റെ പേര് ത്രേസ്യാന്ന്. ഓ, രാവിലെ ഫോൺ ചെയ്തിരുന്നു അല്ലേ? അതെ അമ്മായി. ത്രേസ്യ ഇരിക്കൂ. താങ്ക്സ്. ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതാ. ആഹാ, സുന്ദരിയാണല്ലോ. ഇഷ്ടായോ? ഈ കുട്ടിയെ കാണാൻ വേണ്ടി അമ്മായിയെ നാളെ കൂട്ടിക്കൊണ്ടല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുക. അയ്യോ, നാളെ പറ്റില്ല. അതെന്താ? നാളെ സുഗുണൻ അറേഞ്ച് ചെയ്ത പെൺകുട്ടിയെ കാണാൻ പോണം. സുഗുണനോ? അതെ, DSP മാധവന്റെ മകളാ കുട്ടി. ഞാൻ ചെല്ലാമെന്ന് ഏറ്റുപോയി. മാത്രമല്ല, എന്നെ പ്രതീക്ഷിച്ച് DSP ലീവ് എടുത്ത് നിൽക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അമ്മായി, ഇതിനേക്കാളൊക്കെ വിലയും നിലയും ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാ ഞാൻ കണ്ടുവച്ചിരിക്കുന്നേ. കോയിക്കല തമ്പി അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ച് ഇവിടുത്തെ കാര്യസ്ഥൻ കേശവനാഥൻ സാറിനോട് ചോദിച്ചാൽ അറിയാം. പുരാതന തറവാടല്ലയോ, കോടിക്കണക്കിന് സ്വത്തുമുണ്ട്. ഏത് തമ്പി ആയാലും അണ്ണനായാലും എനിക്ക് 2 ദിവസം കഴിഞ്ഞേ വരാൻ ഒക്കൂ. ത്രേസ്യ ഇപ്പൊ പോയിട്ട് നാളെ കഴിഞ്ഞ് എനിക്ക് ഫോൺ ചെയ്യൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, താങ്ക്സ്. യെസ്. എന്നെ ദ്രോഹിക്കാൻ നാളെ DYSPയുടെ മോളെ കാണാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവനിട്ട് ഞാൻ പണി. എന്താ പറഞ്ഞേ? എന്താ? അയ്യോ അല്ല, നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്യാന്ന് പറയുമായിരുന്നു. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. കരുണാമയനായ കർത്താവേ, അമേരിക്കൻ അമ്മായിയുടെ കയ്യിൽ നിന്നും 1,00,000 രൂപയും മാരുതി കാറും ഞങ്ങൾക്ക് തന്നെ കിട്ടുമാറാക്കണമേ. ആമേൻ. കർത്താവേ, കാറ് കിട്ടിയാൽ ഉടൻ തന്നെ ആ കാറിൽ ഫുൾ പെട്രോൾ അടിച്ച് ഞങ്ങള് വന്ന് നിന്നെ കണ്ടോളാവേ. ആമേൻ. ആ സുഗുണൻ എന്ന യൂദാസിന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കണമേ. ആമേൻ. ത്രേസ്യ കൊണ്ട് ചെല്ലുന്ന കല്യാണം നടക്കും പ്രകാരം അമേരിക്കൻ അമ്മായിക്ക് മാനസാന്തരം വരുത്തണമേ. ആമേൻ. ഈ ത്രേസ്യ വെക്കുന്ന പാര സുഗുണന്റെ മേൽ എന്നെന്നും ഏൽക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കാരുണ്യം ഞങ്ങളിൽ മാത്രം ചൊരിയണമേ. ആമേൻ. ഇന്ന് പറ്റില്ല, ഇവിടെ നിന്ന് ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിരുന്നു. നാളെ കാണാമേ. വിലാസിനി, ദാ അവര് വരുന്നുണ്ട്. ആളുണ്ട്, സംസാരം കേൾക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തല്ലേ, കാണുമല്ലോ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കെ. നമസ്കാരം. അമ്മായിയുടെ അമേരിക്കയിലെ ബംഗ്ലാവ് ഇതിന്റെ 4 ഇരട്ടി വരുമെന്നാണ് പറഞ്ഞേട്ടാ ശ്രുതി. അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കൈക്കൂലി വാങ്ങുന്ന DSP ആയിരുന്നെങ്കിൽ അതിലും വലിയ ബംഗ്ലാവ് പണിയാമായിരുന്നു. മാഡം, ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിലെ നീതിമാനായ ഓഫീസറാണ്. ഓ, ഇന്ന് ലീവ് എടുത്തു അല്ലേ? നിങ്ങളെ പോലുള്ള VIP പെണ്ണ് കാണാൻ വരുമ്പോഴ് ഞാൻ വീട്ടിലില്ലായിരിക്കുന്ന മോശമല്ലേ? മാധവൻ സാറിന് മാഡത്തിന്റെ പേരിലുള്ള ബഹുമാനം അത്രയ്ക്ക് വലുതാ. വിലാസിനെ നോക്കിയിരിക്കാതെ കാപ്പി ഉണ്ടോ? നോ താങ്ക്സ്. ഞാൻ കാപ്പിയും ചായ ഒന്നും കുടിക്കാറില്ല. കുട്ടിയെ ഒന്ന് കണ്ടാ മതി. മാഡത്തിന് തീരെ സമയമില്ലാത്തോണ്ടാണ് ധൃതി. അതിന് എന്റെ മോൾ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? പിന്നെന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്? എടാ സുഗുണ, ഞാൻ ഇങ്ങോട്ട് വരുന്നൊന്ന് നേരത്തെ അറിയിച്ചിരുന്നല്ലേ? അറിയിച്ചേ, ഫോണിൽ നേരിട്ട് അറിയിച്ചേ. ഇതാണോ അന്തസ്സുള്ള കുടുംബക്കാരുടെ പെരുമാറ്റം? അപ്പൊ എന്നെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി ആക്ഷേപിക്കായിരുന്നില്ലേ? ഇതിലെന്തോ ആക്ഷേപം? ഇനി ഒരു ദിവസം വന്നാ മതി, എന്റെ മോളെ കാണാം. അതിന് നാട്ടിൽ വേറെ പെണ്ണില്ലെന്ന് പറയണം. വാടോ. മാഡം. മേഡോ അല്ലേ അടവം? മേലാൽ എന്നെ ഇങ്ങനെയുള്ള അടുത്ത് വിളിച്ചോണ്ട് വന്നാലുണ്ടല്ലോ. മാഡം എക്സ്ക്യൂസ് മീ, ഒന്നുകൂടി കാര്യങ്ങൾ. അവളോട് പാട്ടിന് പറയണോ? ഇതിനു മുമ്പ് അവൾ ആരായിരുന്നു നിനക്കറിയാവോ? വലിയ ചന്തയിലെ ചുമടും ചുമന്ന് നടന്നവളാ. എങ്ങനെയാ കുറെ പണം ഉണ്ടായപ്പോ അമേരിക്കനുമായി ആയി. അയ്യോ, ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീ ഇന്ന് ഫോൺ ചെയ്ത് അറിയിച്ചതാ. ശാരദ നായർ സ്റ്റാറ്റസ് ഉള്ള സ്ത്രീയാ. ഇതൊക്കെ വെറും നുണയാ. നിങ്ങളാ ചെറ്റത്തരം കാണിച്ചത്. എന്റെ മുമ്പിൽ നിന്ന് ഇനി ഇമാതിരി പാർട്ടികളെയും കൊണ്ട് എന്റെ മോളെ കാണാൻ വന്നോണ്ടല്ലോ ഒന്നുകളയും ഞാൻ. എന്താടോ അവിടെ ഒരു ഒച്ച ബഹളോ? ഏയ് ഒന്നുമില്ല. അടുത്തവണ വരുമ്പോ തീർച്ചയായിട്ടും പെണ്ണിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയ്യിലടിച്ച് സത്യം ചെയ്ത ശബ്ദമാ കേട്ടോ. ഇവന്റെ മോളെ കാണാൻ ഇനി എന്റെ പട്ടി വരും. മാഡം, ഈ ആലോചന പൊളിക്കാൻ വേണ്ടി ആരോ എനിക്കിട്ട് പാര പണിഞ്ഞതാ. താൻ മരുന്നെങ്കിൽ കയറ്. ഓ, അപ്പുറത്ത് പോയി കയറണം. ഇവിടെയല്ല. ഓ, പിന്നെ എവിടെയാണ്? എവിടെയെങ്കിലും കൊണ്ട് വിടല്ലേ? അവിടെ തന്നെ വിടണേ. എവിടെ?
നമസ്കാരം അമ്മായി. ആ നമസ്കാരം. ത്രേസിയോ? ത്രേസിയുടെ പ്രോഗ്രാം ഞാൻ നാളത്തേക്ക് വെച്ചിരിക്കുക. ഓ, അത് മതിയേ. പിന്നെ ഇന്നലെ ആ DSPയുടെ മകളെ കണ്ടിട്ട് ആ ഇഷ്ടമായി. കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത്. അതെന്താ അമ്മായി? അതങ്ങനെയാ. ആ DSP എന്ന് പറയുന്നവൻ ഒരു മാനേഴ്സ് ഇല്ലാത്തവനാ. ഞാൻ അവിടെ ചെന്നപ്പോ പെണ്ണവിടെ ഇല്ലെന്ന്. ഇനിയിപ്പോ വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയതാണോ? അതൊന്നും എനിക്കറിയില്ല. ആ സുഗുണന്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം സംഗതി അൽഗുൽത്താണെന്ന്. അയാളെ വിശ്വസിച്ചിരുന്ന അടുത്ത കാലത്തെങ്ങും അമ്മായിക്ക് കല്യാണം ഉറപ്പിക്കാൻ പറ്റില്ല. കാലം എത്ര നീണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടിടത്തെ വാക്ക് ഉറപ്പിക്കൂ. അയ്യോ, അത് മതി. പക്ഷെ അതുവരെ അമ്മായിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? വീട് നടത്താൻ ഞാൻ മതി. പക്ഷേ എനിക്ക് മനസ്സിനിണങ്ങി ഒരു പാചകക്കാരിയെ വേണം. ഹ, അമ്മായിക്ക് എത്ര പാചകക്കാരികളെ വേണം? ഞാൻ കൊണ്ടുതരാം. എനിക്ക് വെറും അടുക്കളക്കാരി പോരാ. ഫോറിൻ കൺട്രീസിലെ കുക്കിംഗ് എല്ലാം അറിയാവുന്നവളായിരിക്കണം. ആ, അതറിയാവുന്ന ഒരാളുണ്ട് അമ്മായി. ജപ്പാനാണെന്നാ പേര്. ചൈനീസും പാരീസും അമേരിക്കനും ആഫ്രിക്കനും ഒക്കെ തറവാ. ഇപ്പൊ ഉഗാണ്ടായിന്ന് ലീവിന് വന്നതേ ഉള്ളൂ. നമ്മളെ വിളിച്ചാ വരുവോ? ഞാൻ കൊണ്ടുവന്ന് നിർത്തിത്തരാം. ഈ ത്രേസി ഉള്ളപ്പോ അമ്മായി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നാണിയന്മാർക്ക് കെട്ടിയാൻ പിടിക്കണം. സഹായം ഒന്നും വേണ്ട. എന്നാ നടക്ക്. ആ, ചേടാ, ഏതോ ഭയങ്കര ബംഗ്ലാവിലേക്കെന്നും പറഞ്ഞ് ഈ കക്കൂസ പോലുള്ള വീട്ടിൽ നിർത്താനാണ് എന്നെ കൊണ്ടുവന്നത്. എന്റെ പൊന്ന് തള്ളച്ചി, ഇത് കക്കൂസല്ല, എന്റെ വീടാ. ഞാൻ ത്രേസ്യാമ്മ സംസാരിച്ചിട്ട് ബംഗ്ലാവിലേക്ക് തന്നെ കെട്ടിയെടുത്തോളാം. പോലെ എന്നാ വിളിക്കവിടെ. ത്രേസ്യ, ഒരു ത്രേസ്യാമ്മേ. ഇനി നീ പറഞ്ഞ ഈനാമ്പേച്ചിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ കിഴവി അമേരിക്കൻ അമ്മായിന്റെ അടപ്പ് ഇളക്കുന്ന തോന്നുന്നത്. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ നോക്കട്ടെ. ദേ കിടക്കണു. അല്ല, ഇതാരാ? നാണിയമ്മയോ? എന്താ നിങ്ങള് കുശുകുശിക്കണത്? അല്ല, ഞാൻ ഒന്നുമില്ല, കുരിശ് ചുമക്കുന്ന കാര്യം പറയായിരുന്നു. ഇത്രയും നേരം ഞാൻ സഹിച്ചില്ല, ഇനി നീ സഹിച്ചോ. നാണിയമ്മല്ലാം കഴിച്ചോ? ഇല്ലടി കൊച്ചേ, കാലത്തെ കപ്പയ കളർച്ചുണ്ട്. കുറച്ച് എനിക്കും കൂടെ വാ. എല്ലാം തരാം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എന്നെ എളുപ്പം പറ. എന്തിനാ ഈ ഭാണ്ഡക്കെട്ടൊക്കെ? എന്റെ പൊറുതി സാമാനങ്ങളാ. ഇതും കൊണ്ട് അങ്ങോട്ട് എന്നാലേ വല്ല ഭിക്ഷക്കാരിയാണെന്ന് വിചാരിക്കും. നാണിയമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് തരും. ആ, കഞ്ചാവീട് കിട്ടും. എനിക്ക് ഇടയ്ക്ക് അതില്ലാതെ പറ്റൂല. ഗുമ്മനളയിൽ കിടക്കുക. അയ്യോ, ദേ ഈ ഇളക്കൊന്നും അവിടെ ചെന്ന് കാണിച്ചേക്കരുത്. അന്തസ്സായിട്ട് പെരുമാറിക്കോണം. ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യവാ നാണിയമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നേ. നീ പറയുന്ന പോലെ ഒക്കെ ഞാൻ നിന്നോളാം. അത് മതി. മാസം 2000 രൂപയാ ശമ്പളം. ഏ, ആ, 2000? ആ. എനിക്കോ? എന്നാ സമയം കളയാതെ അയ്യോ, എടുക്കും. എപ്പോഴെപ്പോഴാ നാണിയമ്മേ, ഞാൻ പറയട്ടെ. അമേരിക്കൻ അമ്മായിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എടി കൊച്ചേ, ഈ നാണി കട്ടപ്പന കള്ളുഷാപ്പിൽ നിന്നവളാ. മൂക്കറ്റം കുടിച്ചവനും എന്റെ പാചകത്തിന് കുറ്റം പറയില്ല. അയ്യോ, കള്ളുഷാപ്പിൽ നിന്ന കാര്യമൊന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കല്ലേ. ഇതിനു മുൻപ് എവിടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് ഉഗാണ്ടയിലായിരുന്നു എന്നേ പറയാവൂ. അതെന്തുണ്ടയാ? ഉണ്ടയല്ല, ഒരു രാജ്യത്തിന്റെ പേരാ ഉഗാണ്ട. ഓഹോ. പിന്നെ അവര് ചോദിച്ചാൽ ആ. ഇന്നലത്തെ ഫ്ലൈറ്റിലാണ് വന്നതെന്ന് പറയണം. ആ. പിന്നെ അവിടെ മിക്സർ, പ്രഷർ കുക്കർ, ഗ്രൈൻഡർ ഒക്കെ ഉള്ളതാ. ഇത്രയും ആളുകൾ സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്തിനാ? അയ്യോ, ഇതൊന്നും മനുഷ്യരല്ല നാണിയമ്മേ, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരാ. ഓ, അത് ശരി. ആ, മോള് വിഷമിക്കണ്ട. ആ. അമേരിക്കൻ അമ്മായി അല്ല, അവരുടെ അമ്മൂമ്മ വന്നാലും 5 ദിവസം കൊണ്ട് ഞാൻ പോക്കറ്റിലേക്ക് തരാം. അതാണ് ഈ നാണി. എനിക്കത് മതി. ഞാൻ പറഞ്ഞില്ലേ, ആളും ഇടുക്കിയ. പിന്നെ നാക്കിന് അല്പം നീള കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാൻ മെരുക്കിയെടുത്തോളാം. രാവിലത്തെ ടിഫിൻ സൂപ്പർ ആണ്. നാണിയമ്മേ, എന്താ? നിങ്ങളുടെ പാചകത്തെ പറ്റി അമ്മായി അഭിപ്രായം പറയുകയായിരുന്നു അല്ലേ അമ്മായി? എന്റെ കൈപ്പുണ്യം എന്താണെന്ന് കൊച്ചമ്മ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴാ ശരിക്കും അറിയാൻ പോണത്. വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് ചെയ്തോണ്ടാ മതി. ഒരുമാതിരി കോല് വെക്കുന്ന വർത്താനം പറയരുത്. കഞ്ഞിവെള്ളം കൊണ്ടേ 7 തരം സൂപ്പ് ഉണ്ടാക്കുന്നവളാ ഞാൻ. കഞ്ഞിവെള്ളം കൊണ്ട് 7 തരം സൂപ്പോ? എന്താ? കഞ്ഞി സൂപ്പ്.
ഈ ഹോട്ടലിലൊക്കെ ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ആ സൂപ്പ്, ഈ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കുടിച്ചിട്ട് 50, 60, 65 കൊടുത്ത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നൊരു വിചാരം എന്താ? സാക്ഷാൽ കോഴിയും മാട്ടിന്റെയും ആടിന്റെയും ഒറിജിനൽ ജ്യൂസാണെന്നാ. അല്ല, വെള്ളം, വെറും കഞ്ഞിവെള്ളം. സത്യമായിരിക്കും. കാരണമേ ഇവര് കുറച്ചുനാൾ കരാത്തെ ചാമ്പ്യൻ ബ്രൂസ്ലിയുടെ കൂടെ ആയിരുന്നേ ജപ്പാനിലെ. അതേ കൊച്ചമ്മേ, ആ ഡൂക്കിലേക്ക് എപ്പോഴും സൂപ്പ് കുടിക്കണം. ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളത്തില് ഓരോ കളറും മസാല ഒക്കെ ചേർത്ത് കൊടുക്കും. ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ചേര സൂപ്പ് എല്ലാം കഞ്ഞിവെള്ളത്തരാ. ചേര സൂപ്പോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അയ്യോ, മഞ്ഞച്ചേര പിടിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ച സ്വർണത്തിന്റെ നിറവും ഉരുക്കിന്റെ ബലവും കിട്ടുന്ന പറയുന്നേ. ആ ഡൂക്കിൽ സാറാ എനിക്ക് ജപ്പാൻ നാണിന്ന് പേരിട്ടത്. ശരി ശരി, ജോലി നടക്കട്ടെ, വരൂ. ആ, ഏതായാലും നല്ല ഒരു അടുക്കളക്കാരിയെ കൊണ്ട് തന്നതിന് ട്രേസിക്ക് 1000 താങ്ക്സ്. ഇതുപോലെ നല്ലൊരു മരുമകളെ ഞാൻ കൊണ്ടുവന്ന് തരും. ആ, അമേരിക്കയിൽ നിന്ന് മോന്റെ ഫോണായിരിക്കും, നോക്കട്ടെ. ദേ നാണിയമ്മേ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിനക്ക് കമ്മീഷൻ വേണമായിരിക്കും. അയ്യേ, എനിക്കെന്തിന് നിങ്ങളുടെ കമ്മീഷൻ? പിന്നെ ഇവിടെ കല്യാണാലോചനയെ കൊണ്ട് ഏതെങ്കിലും ബ്രോക്കർമാര് വരുന്നുണ്ടോന്ന് അപ്പപ്പോ എനിക്ക് ന്യൂസ് കിട്ടണം. പ്രത്യേകിച്ച് ആ സുഗുണൻ ഓ. അമ്മായിയായിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അപ്പപ്പോ എനിക്ക് വിവരം തരണം. 1,00,000 രൂപയും മാരുതി കാറുമാണ് പ്രതിഫലമായിട്ട് തരാൻ അമ്മായി ഏറ്റിട്ടുള്ളത്. ആ, അതിന്റെ പകുതി ഞാൻ നാണിയമ്മയ്ക്ക് തരും. ഉറപ്പ്. എന്നാ ഇന്ന് മുതൽ നാണി നിന്റെ സിയടി. ഉറപ്പ്. ഉറപ്പ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.